ഈ IT പദ്ധതി കൊണ്ട് ഇപ്പോ ഒരു ഉദ്ദേശമേ ഉള്ളൂ, വയലുകളും തണ്ണീർത്തടങ്ങളും നികത്തിയെടുക്കുക. ഈ ഏറ്റെടുക്കുന്ന വയലേലകൾ മാത്രമല്ല, പരിസരത്തുള്ള മറ്റു വയലുകൾ കൂടി അതോടെ കൃഷിയോഗ്യമല്ലാതാകും. അവിടെ അനുബന്ധ പദ്ധതികൾ വരും. കൃഷി ചെയ്ത് കേരളം സ്വന്തം കാലിൽ നിൽക്കുമോ എന്ന ചോദ്യത്തിൽ കാര്യമില്ല. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും എത്ര പ്രധാനപ്പെട്ടതാണെന്ന് 2018 പഠിക്കേണ്ടതായിരുന്നു. പ്രളയത്തിന്റെ ഏറ്റവും കഠോര ഭാവം അനുഭവിച്ച പ്രദേശമാണ് പത്തനംതിട്ട ജില്ല. അവിടെ ശേഷിക്കുന്ന തണ്ണീർത്തടങ്ങളും നെൽവയലുകളും കൂടി നികത്തിയാൽ ഈ വെള്ളമൊക്കെ എവിടെ താഴും? കേരളത്തിന് ഇനി വേണ്ടത് ഇത്തരത്തിലുള്ള വൻകിട പദ്ധതികളാണോ, അതോ സന്തുലിതമായ ഒരു ജീവിത സാഹചര്യമോ? വൻകിട പദ്ധതികൾ മാത്രം മതിയോ? ജീവിക്കുക കൂടി വേണ്ടേ നമുക്ക്? സ്വസ്ഥമായി ജീവിക്കാൻ സാഹചര്യമില്ലാതെ വൻകിട പദ്ധതികൾ മാത്രം വരുന്നത് എന്തിനാണ്? 1 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പദ്ധതി രേഖയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 1 ലക്ഷം ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും പരിസര പ്രദേശത്ത് തന്നെ താമസിക്കണ്ടേ? അതിന് സുരക്ഷിതമായ ഭൗതിക സാഹചര്യം ഉണ്ടോ എന്ന് ആലോചിക്കേണ്ടതില്ല. നികത്തിയ പാടത്ത് താഴാനാകാതെ വരുന്ന അധിക വെള്ളമുണ്ട്. അത് പ്രളയമുണ്ടാക്കുന്ന ഭൂമിയിൽ എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കേണ്ടത്?